പ്രിയമുള്ളവരെ, മലപ്പുറം അരീക്കോട് സാൻഡ്വിച്ച് കഴിച്ചിട്ട് ഭക്ഷ്യവിഷബാധയേറ്റ് 35 പേരെ താലൂക്ക് ആശുപത്രിയിലും 3 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരിക്കുന്നു. അതായത് കേരള മുസ്ലിം ജമാഅത്ത് നടത്തിയ പരിപാടിയിൽ പങ്കെടുത്തവർ കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത് എന്നുള്ളതാണ് വാർത്തകളിലൂടെ വരുന്നത്. സമീപത്തെ കടയിൽ നിന്ന്, അതായത് ഇന്നലെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് സമീപത്തെ കടയിൽ നിന്നും പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് കഴിക്കാൻ ചിക്കൻ സാൻഡ്വിച്ച് എത്തിച്ചിരുന്നു. ബാക്കി വന്ന സാൻഡ്വിച്ച് അടുത്തുള്ള മതവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നൽകി. ഇത് കഴിച്ച വിദ്യാർത്ഥികൾക്കാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. നിലവിൽ 35 പേരെ താലൂക്ക് ആശുപത്രി പ്രവേശിപ്പിച്ചു. ഇവർ നിരീക്ഷണത്തിലാണ്. 3 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത. ഈ സാൻഡ്വിച്ച് അതേപോലെ തന്നെ ഷവർമ്മ, എനിക്കിപ്പോൾ 2 ദിവസം മുമ്പ് എൻ്റെ മുമ്പിൽ ഒരു ഷവർമ്മ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആലോചിച്ച് പോയത് ഇവിടുത്തെ കുബൂസ്, അതായത് റൊട്ടി, ആ റൊട്ടി എവിടെ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ്, അതിലെ പൂപ്പൽ ഒക്കെ വന്നിട്ട് ഇതിനു മുമ്പും ഭക്ഷ്യവിഷബാധ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ആലോചിച്ച് പോകുന്നത് ഈ ബെന്നിൻ്റെ ഉള്ളിൽ ഇറച്ചി വെച്ചെങ്ങാണ്ടുള്ള ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ പ്രിയമാണ്. കുട്ടികൾക്കത് വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ ഓല് കടന്ന് എന്താ പറയുക, ഓളിങ്ങനെ കടന്ന് വരമ്പ് എന്ന് പറയും. കുട്ടികളങ്ങനെ കടന്ന് വരമ്പിക്കോട്ടെ, പക്ഷേ വേറെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക എന്നല്ലാതെ ഇങ്ങനെയുള്ളതൊക്കെ ആവുമ്പതിലുള്ള പൂ. അതുപോലെ തന്നെ ഇവർ ഈ മയോണീസ് ഉണ്ടാക്കും വൈറ്റ് കളറിൽ. അത് ചിലപ്പോൾ തലേന്നത്തതും ചിലപ്പോൾ പിറ്റേന്നതൊക്കെ ഫ്രിഡ്ജിലെടുത്ത് അതിൽ ഈ വെളുത്തുള്ളി അതേപോലെ തന്നെ മുട്ടയൊക്കെ ചേർക്കുന്നുണ്ട് എന്ന് പറയുന്നു. എന്തോ അത് പിന്നീട് പൂപ്പലൊക്കെ വന്ന് ഇങ്ങനെയൊക്കെയാണ് ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഈ സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ എല്ലാവരും അതിനെതിരെ രംഗത്ത് വരുള്ളൂ. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ചില കച്ചവടക്കാർക്കൊക്കെ എന്നോട് ദേഷ്യം തോന്നാൻ സാധ്യതയുണ്ട്. അത് സാരമില്ല, ദേഷ്യം തോന്നിയാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ബിരിയാണി കഴിക്കുമ്പോൾ ചിലപ്പോൾ വയറിളക്കം ഉണ്ടാവാറില്ലേ എന്നൊക്കെ ചോദിച്ച കമൻറ്റുകളൊക്കെ വരും. നേരെ മറിച്ച് അങ്ങനത്തെ ഒരു സംഭവം അല്ല പ്രിയപ്പെട്ടവരെ. അതിനേക്കാൾ ഒരു പടി കടന്ന് ഛർദിയും അതേപോലെ തന്നെ ഒരു വിഷമേറ്റ ഒരവസ്ഥ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് സത്യത്തിൽ വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയാണത്, വിഷമേറ്റതുപോലെയുള്ള ഒരു അവസ്ഥ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടച്ചിങ്സിന് വരുന്ന ഈ പേസ്റ്റ് രൂപത്തിലുള്ള സാധനങ്ങളിൽ നിന്നോ ഈ കെമിക്കൽ രൂപത്തിലൊക്കെ ആക്കി അത് കഴിക്കാൻ കൊടുക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് നമ്മുടെ നാട്ടിൽ വലിയ രീതിയിലുള്ള ഇൻസ്പെക്ഷനും കാര്യങ്ങളും കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം അടുത്ത് ഈ വെളിച്ചെണ്ണ പിടിച്ചെടുക്കുന്ന ഒരു സംഭവം വാർത്തയിൽ വായിച്ചു. സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വിധം വെളിച്ചെണ്ണകളാണ് നമ്മുടെ വിപണിയിൽ എത്തി നിൽക്കുന്നത്. അതിന് വല്ല ലൈസൻസ് ഉണ്ടോ, എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാകണം. പരമാവധി നമ്മൾ മില്ലിൽ പോയിട്ട് ആട്ടിയ വെളിച്ചെണ്ണ വാങ്ങുക, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉള്ള ചോളം അതിൻ്റെ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പരസ്യം പറയല്ല, കാരണം അതിൻ്റെ പിന്നെ കയറ്റുമതിയും എന്നിട്ടും ബാക്കിയാകുന്ന അത്തരം വെളിച്ചെണ്ണ അതിൽ പിന്നെ കൃത്രിമം ചേർക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ നാളികേരത്തിൻ്റെ അളവും ഇവിടെ ഉണ്ടാക്കുന്ന നാളികേരത്തിൻ്റെ വെളിച്ചെണ്ണയുടെ അളവ്, അതേപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ ശരിക്കും 5 കിലോ ഉരുക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 ലിറ്റർ തികയില്ല എന്നൊക്കെ ഒരു ആളുടെ ക്ലാസ്സിൽ ഏത് കോലത്തിലായിരിക്കും വരുന്നത്. ഇതൊക്കെ ശരിക്കും പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ്. ധാരാളം സൺഫ്ലവർ ഓയിലുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യ ശരീരത്തിന് കേടാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ അതിനുമേൽ നടപടി സ്വീകരിക്കാതിരിക്കുന്നത്. കാരണം അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ അപ്പുറത്തേക്ക് പിടിപാടുള്ളവരാണ് ഇത്തരം കമ്പനികളുമായിട്ട് മുന്നോട്ട് പോയി. ഇതൊക്കെ ശരിക്കും കച്ചവടക്കാർ തങ്ങളുടെ അനാസ്ഥ കൊണ്ട്, ഒരു കച്ചവടക്കാരൻ്റെ അനാസ്ഥ അല്ലെങ്കിൽ 2-3 കച്ചവടക്കാരുടെ അനാസ്ഥ കൊണ്ടാണ് ജനങ്ങൾ പ്രയാസപ്പെടുന്നത്. അപ്പോൾ 35ഓളം പേര് ഹോസ്പിറ്റലിലാകാൻ ഒരൊറ്റ സ്ഥാപനത്തിലെ ആ വിഭവം മതി. ഇതിപ്പം കേരള മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കി കൊടുത്തതല്ല കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ അതിനൊരു പ്രത്യേകമായ താല്പര്യം ഉണ്ടാവും. കാരണം സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് പരിപാടിയിൽ തൊട്ടടുത്ത കടയിൽ നിന്ന് കൊണ്ടുവന്ന ആ സാൻഡ്വിച്ചിനെ ബാക്കി വന്നപ്പോൾ തൊട്ടടുത്ത മത സ്ഥാപനത്തിലേക്ക് കൊടുത്തു. വന്ന വഴി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണല്ലോ, അത് ആർക്കൊക്കെ എവിടെയൊക്കെ കൊടുക്കുമെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഏതൊക്കെ മേഖലയിലേക്ക് അത് പോകുമെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഭക്ഷണത്തിൽ അതിൽ കെമിക്കൽ വന്നാൽ, വിഷം വന്നാൽ എന്താ ചെയ്യുക? പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ, അനാസ്ഥ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. അതല്ലാതെ നമ്മളവിടെ അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ധാർമ്മികത, ഒരു സാമൂഹിക പ്രതിബദ്ധത ഉണ്ട് എങ്കിൽ, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഹക്കും ബാത്തിലും ഉണ്ട് എങ്കിൽ അവർ ആ പണി എടുക്കൂല. ശരിക്ക് അതെടുക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ മേശ പുറത്തേക്ക് ഇങ്ങനെയുള്ള ഭക്ഷണ വിഭവം വരുന്നത്. പെട്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ സംസാരിക്കേണ്ടത് ലീഗലായിട്ടാണ്. ചിലപ്പോൾ ആ കാര്യം കൊണ്ട് ഒരു 10-25 ദിവസം അദ്ദേഹത്തിൻ്റെ
സ്ഥാപനം പൂട്ടുമായിരിക്കാം, ഒരു 10-15 ആൾക്കാരെ പണിയും പോവുമായിരിക്കാം. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയും. പിന്നീട് അതൊക്കെ ക്ലിയർ ചെയ്ത് അദ്ദേഹം തുറക്കുന്നതിലൂടെ അതിൽ ജീവിതത്തിൽ ഒരു പാഠവും നമുക്ക് അദ്ദേഹത്തിന് മാത്രമല്ല, ആ സ്ഥാപനത്തിന് മാത്രമല്ല, സമൂഹത്തിന് കൊടുക്കാൻ കഴിയും. അതുപോലുള്ള കച്ചവടക്കാർക്കും കൊടുക്കാൻ കഴിയും. അതോടുകൂടി ഇത് നന്നാവും. ഇപ്പോൾ ഈ വാർത്ത വരുന്നതോടുകൂടി ഏറെക്കുറെ ആളുകളൊക്കെ ഇതിലൊരു സൂക്ഷ്മത ഉണ്ടാവും. ഈ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് മിന്നൽ പരിശോധനകളാണ് നടക്കേണ്ടത്. എന്നാൽ നല്ല വൃത്തിയുള്ള ആളുകൾക്ക്, നല്ല വൃത്തിയായി കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് പ്രത്യേക വൈരാഗ്യമൊന്നും തോന്നാതെ അവർക്ക് ഒരു പാരിതോഷികമൊക്കെ കൊടുക്കുന്ന രീതിയിൽ ആരോഗ്യ വകുപ്പ് പ്രവർത്തിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ റൊട്ടി മറ്റുള്ള കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് കൂടി പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് സംവിധാനങ്ങൾ തയ്യാറായാൽ നല്ലൊരു ശതമാനം ഇത്തരം ഭക്ഷ്യവിഷബാധ എന്നുള്ള വിഷയം നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇവരൊക്കെ സുഖം പ്രാപിച്ച് നല്ല രീതിയിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.